ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ബീറ്റ്റൂട്ട് മെഴുക്ക് പുരട്ടിയാണ്. അതിന് വേണ്ടി ഇടത്തരം 2 ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 കാന്താരി മുളക്, ഒരു ചെറിയ സവോള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3 അല്ലി വെളുത്തുള്ളി, ഒരു തണ്ട് കറിവേപ്പില, ഒരു ചെറിയ 2 കഷ്ണം മാങ്ങയാണ് കേട്ടോ. മാങ്ങ കൊത്തി അരിഞ്ഞതാണ്. ഇത്രയും സാധനങ്ങളാണ് നമ്മളെടുത്തത്. നമ്മൾ ആദ്യമായിട്ടൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് കടുകിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ കടുക് മതി. കടുകിട്ട് അതൊന്ന് മൂടി വെച്ചിട്ടുണ്ട്, തെറിക്കാതിരിക്കാൻ വേണ്ടിയാണ്. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് കാന്താരി മുളകാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് ശരിക്കും മൂപ്പിക്കണേ. അത് നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പം നമ്മൾ അതിലേക്ക് സവോള ഇട്ട് കൊടുക്കുന്നു. സവോള ഇട്ട് കുറച്ചൊന്ന് മൂത്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് മൂത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കഴിയുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ബീറ്റ്റൂട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാവേ. ബീറ്റ്റൂട്ട് ഇട്ടൊന്ന് എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ അതും കൂടി അതിലേക്ക് ആഡ് ചെയ്യണേ. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ഈ ബീറ്റ്റൂട്ട് വേകാൻ ആവശ്യമായ വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമ്മളിത് മൂടി വെക്കുകയാണ് ചെയ്യുന്നത്. ബീറ്റ്റൂട്ടിന് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ബീറ്റ്റൂട്ടിന് വേവുള്ളതാണല്ലോ. അന്നേരം നമ്മൾ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് മൂടി വെച്ച് ഒരു 2 പ്രാവശ്യം നമ്മളതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മൾ നല്ല സ്റ്റീൽ പാത്രത്തിലാണ് ഇത് വെച്ചിരിക്കുന്നത്. അടി കട്ടിയുള്ള നല്ല സ്റ്റീൽ പാത്രമാണ്. നമുക്ക് മൺചട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച് ഫുഡ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പാത്രമാണ്. ഈ പാത്രം നല്ലൊരു പാത്രമാണ് കേട്ടോ. വേണ്ടവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവേ. ഈ പാത്രം നമ്മൾ ഇടയ്ക്കൊന്ന് ഉപ്പൊക്കെ നോക്കണം. ഉപ്പ് ആവശ്യമാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ഇത് വെന്ത് കഴിയുമ്പം നമുക്ക് മാറ്റാവുന്നതാണ്. ഇങ്ങനെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.